ഗൈസ്, നമ്മൾ ഇന്നത്തെ ഒരു വീഡിയോയിൽ പഞ്ചാബ് എഫ് സിയും കേരള ബ്ലാസ്റ്റേഴ്സും തമ്മിൽ നടന്നൊരു മത്സരം നമ്മൾ ഓൾറെഡി മാച്ച് റിവ്യൂ എന്നാണൊക്കെ ചെയ്തതാണ്. എന്നാൽ കുറച്ചും കൂടി വിശദമായിട്ടുള്ള ചില കാര്യങ്ങൾ സംസാരിക്കുക എന്നുള്ളതാണ് ഉദ്ദേശിക്കാനായിട്ട് പോകുന്നത്. പ്രധാനപ്പെട്ട ഒരു 3-4 കാര്യങ്ങൾ ഒന്ന് ഡിസ്കസ് ചെയ്യുക എന്നുള്ളത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, നമ്മളിപ്പം സ്റ്റാർട്ടിങ് 11 വന്നൊരു സമയത്ത് നമ്മളൊരു ഫോറിൻ സെൻറ്റർ ബാക്കുകളെയാണ് യൂസ് ചെയ്തിട്ടുള്ളത്, മിലോസും അതുപോലെ തന്നെ ലെസ്കോവിച്ചും. സോ ഈ ഒരു സാഹചര്യത്തിൽ നമുക്ക് ഒരു ക്രിയേറ്റീവ് പ്ലെയർ അവിടെ ഇല്ലായിരുന്നു. ഇപ്പം ലൂണ പോയി, പക്ഷേ ലൂണയ്ക്ക് പകരക്കാരനായിട്ട് എല്ലാവരും സക്കായി എത്തുമെന്നുള്ളതാണ് പ്രതീക്ഷിച്ചത്. പക്ഷേ ഈ പറഞ്ഞൊരു ഫോറിൻ CB വന്നതുകൊണ്ട് നടന്നില്ല. സോ ഇതിൻ്റെ ഒരു റീസൺസ് എന്ന നിലയിൽ നമുക്ക് പരിശോധിക്കുന്ന സമയത്ത് മനസ്സിലാക്കാൻ സാധിക്കുന്ന 2 കാര്യങ്ങളെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം ഒരു ഡിഫറെൻറ്റ് കണ്ടീഷനിൽ പോയി കളിക്കുകയാണ് പഞ്ചാബ്. അവിടെ ഇപ്പം നല്ല തണുപ്പാണുള്ളത്. ഇപ്പം നമ്മുടെ ഇവിടുത്തെ ഒരു ക്ലൈമറ്റിൽ നിന്ന് എൻ്റയർലി ഡിഫറെൻ്റ് ആണ്. ഒരു എവേ മാച്ചാണ്. 3 പോയിൻറ്റ്സ് എന്നുള്ളത് ഒരു ഇമ്പോർട്ടൻറ്റ് തിങ് ആണ്. സോ നമ്മൾ പഞ്ചാബ് എന്ന് പറയുന്നൊരു ടീം പോയിന്റ് ടേബിളിലൊക്കെ താഴെ നിൽക്കുകയാണ്. അവർക്ക് ഇതേവരെ ഒരു വിൻ ചെയ്യാൻ സാധിച്ചിട്ടില്ലെങ്കിൽ കൂടി അവർ ലാസ്റ്റ് കുറച്ച് മാച്ചസ് ആയിട്ട് ബെറ്ററായിട്ട് പെർഫോം ചെയ്യുന്നുണ്ട് എന്നുള്ളത് നമുക്കറിയാവുന്നൊരു കാര്യമാണ്. സോ അവർക്കിപ്പം അറ്റാക്കിങ് നോക്കിയാൽ ലൂക്കാ മാച്ചനും അല്ലെങ്കിൽ കൃഷ്ണാനന്ദയും ആൻഡ് ജോർദൻ ഗിൽ ഇപ്പം കഴിഞ്ഞ മാച്ചിൽ ഡീസൻ്റ് ആയിരുന്നു, അല്ലെങ്കിൽ മാദി തലാലൊക്കെ നന്നായിട്ട് കളിക്കുന്നുണ്ട്. ഇപ്പം ഈ ഒരു കാര്യത്തിൽ ഇപ്പം മാക്സിമം ഗോൾ കൺസീഡ് ചെയ്യാതിരിക്കുക, ഒരു ഗോൾ അടിച്ച് 3 പോയിൻറ്റ്സുമായിട്ട് പോവുക എന്നുള്ളൊരു ലക്ഷ്യം തന്നെയായിരുന്നു ഇതിൽ നിന്നുള്ളതെന്ന് വ്യക്തമാണ്. പിന്നെ ഇനി നമുക്ക് വരാൻ പോകുന്ന ക്രൂഷ്യൽ മാച്ചസ് ആണ്. മുംബൈക്കെതിരെയും അതുപോലെ തന്നെ മോഹൻ ബഗാനെതിരെയൊക്കെ വരുന്നുണ്ട്. അപ്പം ഈ ഒരു പുതിയ ഫോറിൻ CB ഈ അടുത്ത മത്സരങ്ങളിലും പരീക്ഷിച്ചേക്കാമെന്നുള്ളതാണ് ഞാൻ എക്സ്പെക്റ്റ് ചെയ്യുന്നത്. സോ അപ്പം ചില പരീക്ഷണങ്ങളൊക്കെ നടത്താൻ പഞ്ചാബ് FC പോലെയുള്ള ടീമുകൾക്കെതിരെ നടക്കുള്ളൂ. സോ അതുകൊണ്ട് അങ്ങനെ ഒരു സാധ്യത നമുക്ക് കളയാം. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഒരു യങ് മിഡ്ഫീൽഡൊക്കെ ആയിട്ട് കളിക്കാനുള്ളൊരു സാഹചര്യത്തിലേക്ക് പോയത് എന്നുള്ളതാണ് പ്രതീക്ഷിക്കുന്നത്. പിന്നെ ഞാൻ ഓൾറെഡി പറഞ്ഞിരുന്നു, ഇതൊരു തണുപ്പം മത്സരമായിട്ട് തന്നെയാണ് ഞാൻ വിശകലനം ചെയ്യുന്നത്. പക്ഷേ നമുക്ക് 3 പോയിൻറ്റ്സ് കിട്ടിയെന്നുള്ളത് മാത്രമാണ് ആ ഒരു ഹാപ്പി ആക്കുന്ന നമ്മളൊരു കാര്യം. പക്ഷേ ഇപ്പോൾ ഹൈദരാബാദ് മാച്ചിനെ പറ്റിയും സെയിം ഒപ്പീനിയൻ തന്നെയായിരുന്നു ആ ഒരു മാച്ചിന് ശേഷം നമ്മൾ വീഡിയോ ചെയ്ത സമയത്തൊക്കെ. കാരണം ഹൈദരാബാദും ഏറ്റവും താഴെ നിൽക്കുന്ന ടീമിനെതിരെ ഒരു മോശം പ്രകടനമാണ്. പക്ഷേ നമ്മളിപ്പം ഏറ്റവും നല്ല പെർഫോമൻസ് നടത്തിയിട്ടുള്ള മത്സരങ്ങൾ ഒഡീഷ FCക്കെതിരെയും അല്ലെങ്കിൽ മുംബൈ സിറ്റി FCക്കെതിരെ അവരൊക്കെ നല്ല രീതിയിൽ പെർഫോം ചെയ്യുന്ന ടീമാണ്. സോ അത് വെച്ച് ഇനി വരാൻ പോകുന്ന 2 മാച്ചസ് മോശമാകുന്നുള്ളൊരു അഭിപ്രായം ഇല്ല. സോ എപ്പോഴും ഒപ്പോണൻസിനെതിരെ ഒരു പ്ലാൻ ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നൊരു കോച്ചാണ് ഇവാൻ എന്നുള്ളത് നമുക്കറിയാവുന്ന കാര്യമാണ്. ഇനി അടുത്തൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളുടെ റൈറ്റ് സൈഡ് ഒരു വീക്കാണ് എന്നുള്ളൊരു കാര്യം. ഇത് പറയാതെ തന്നെ എല്ലാവർക്കും അറിയാം. ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ലെഫ്റ്റ് സൈഡ് കേന്ദ്രീകരിച്ചാണ് നമ്മുടെ മത്സരം നടക്കുന്നത് എന്നുള്ളതൊരു വസ്തുതയാണ്. എങ്കിൽ കൂടി ഈ ഒരു മത്സരത്തിലേക്ക് വരുമ്പോൾ ഇപ്പോൾ പ്രീതം കോട്ടാലിൻ്റെ പ്രകടനം ഭയങ്കര നിരാശപ്പെടുത്തുന്നതാണ്. അദ്ദേഹം 2 മേജർ മിസ്, അത് അവർ ചാൻസ് ആക്കാമായിരുന്നു, അല്ലെങ്കിൽ ഒരു ഗോളിലേക്ക് ആക്കാമായിരുന്നു എന്നുള്ള രീതിയിൽ വരെ പോയതാണ്. നമുക്ക് ഒരു ലക്ക് അത് ഒരു ഫാക്ടറായി നമുക്ക് അവർ ഗോൾ അടിച്ചില്ല എന്നുള്ളത് തന്നെ. പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, എനിക്ക് പ്രീതം ഒരു റൈറ്റ് ബാക്കിൽ KBC കളിച്ചെടുത്തോളം ഒരു അത്ര നല്ലതായിട്ട് തോന്നിയില്ല. അദ്ദേഹം സെൻറ്റർ ബാക്ക് കളിക്കുമ്പോൾ ഡീസൻ്റായിട്ട് കളിച്ചിട്ടുണ്ട്. എന്താണ് വീണ്ടും അദ്ദേഹത്തെ RB കളിപ്പിക്കുന്നത് അറിയത്തില്ല. നമ്മളിപ്പം കഴിഞ്ഞ ദിവസം ലൈവിലൊക്കെ പോയപ്പോൾ അർജുനുമായിട്ട് പോയിട്ടുള്ള ആ ലൈവിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇപ്പം ഇഗോർസി മാച്ച് ഒരു പരാമർശം നടത്തിയിരുന്നു. അദ്ദേഹം റൈറ്റ് ബാക്കായിട്ട് നല്ല ചോയ്സാണ്, സെൻറ്റർ ബാക്കായിട്ട് കളിക്കുന്നതുകൊണ്ടാണ് പ്രിഫർ ചെയ്യാത്തതെന്നുള്ളതൊക്കെ തരത്തിൽ. അപ്പം അതിനുശേഷം ഇവാൻ അങ്ങനെ ഒരു ഇതിലേക്ക് പോയതാണോ, അതായത് പ്രീതം പറഞ്ഞിട്ട് ആ ഒരു രീതിയിലേക്ക് ഇപ്പം സംശയിക്കേണ്ടിയിരിക്കുന്നു എന്നുള്ളതാണ്. കാരണം നമുക്ക് റൈറ്റ് ബാക്കിൽ മറ്റ് ചോയ്സസ് ഉണ്ട്. സ്റ്റിൽ നമ്മളൊരു ഫോറിൻ CBസിനെ ഒരു യൂട്ടിലൈസ് ചെയ്തുകൊണ്ട് തന്നെ ആ ഒരു രീതിയിലേക്ക്, പ്രീതത്തിൻ്റെ ഒരു ഇതിലേക്ക് റൈറ്റ് ബാക്കിലേക്കൊക്കെ പോകുന്നു എന്നുള്ളത് ഐ ഡോണ്ട് നോ എന്താണെന്നുള്ളത്. പിന്നെ മറ്റൊരു കാര്യമാണ് രാഹുൽ KPയുടെ പെർഫോമൻസ്. എന്താ പറയുക, എനിക്ക് പേഴ്സണലി ഒക്കെ ഭയങ്കര ഇഷ്ടമുള്ള പ്ലെയറാണ്. നമ്മളിപ്പോൾ അറിയാമല്ലോ, അദ്ദേഹം രാഹുൽ KPയുടെ പെർഫോമൻസ് നമുക്ക് ഇപ്പം ലാസ്റ്റ് സീസണിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ ആ ഒരു ഫുള്ളായിട്ടുള്ള മൂവ്സ് അല്ലെങ്കിൽ അറ്റാക്കിംഗ് സൈഡിലേക്ക് അദ്ദേഹം കയറുന്ന രീതികൾ, അദ്ദേഹം നൽകുന്ന ക്രോസസ്സൊക്കെ എഫക്റ്റീവ് ഡിഫെൻസീവ്ലി അദ്ദേഹം കോൺട്രിബ്യൂഷൻസ് ഒക്കെ നടത്താറുണ്ടായിരുന്നു. പക്ഷേ ഈ സീസണിൽ സോഫാർ അദ്ദേഹം ഒരു നല്ല ഒരു ഇതിലേക്ക് ഉയർന്നിട്ടില്ല എന്നുള്ളതാണ്. അത് തീർച്ചയായിട്ടും സങ്കടപ്പെടുന്ന ഒരു കാര്യമാണ്. അപ്പം ഞാൻ തന്നെ ഇപ്പം കഴിഞ്ഞ കമൻറ്റ് ബോക്സിലൊക്കെ കണ്ടിരുന്നു, ഈ ഒരു ലെഫ്റ്റ് സൈഡ് കേന്ദ്രീകരിച്ചുള്ള ഒരു മാച്ച് ആയതുകൊണ്ട് തന്നെ നമ്മൾ കൂടുതൽ അറ്റാക്സും കാര്യങ്ങളൊക്കെ ലെഫ്റ്റിലൂടെ വരുന്നത്. അതുകൊണ്ടാണ് ഐമന് കൂടുതൽ ചാൻസസും അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ ഉള്ള വരുന്നത്. രാഹുലിന് ഇത് വരുന്നില്ല എന്നുള്ളത്. പക്ഷേ നമുക്ക് കംപ്ലീറ്റ്ലി ചെറിയ രീതിയിൽ ആ വസ്തുത അവിടെ ഉണ്ടെങ്കിൽ കൂടി നമുക്ക് കംപ്ലീറ്റ്ലി അങ്ങനെ പറയാൻ പറ്റത്തില്ല. ഇപ്പം കഴിഞ്ഞൊരു മാച്ചിൽ ഐമൻ I think 37 പാസസ് മറ്റാണ് നടത്തിയിട്ടുള്ളത്, പിന്നെ അല്ലെങ്കിൽ ടച്ചസ് ആണുള്ളത്. രാഹുലിൻ്റെ ആണെങ്കിൽ 31 ആണുള്ളത്. പക്ഷേ ആ മറ്റ് കണക്കുകൾ നോക്കുന്ന ഒരു സമയത്തേക്ക് വരുമ്പോൾ ഇപ്പം ഐമൻ ഈ ഒരു മത്സരത്തിലേക്ക് വരുമ്പോഴത്തേക്കും
ഷോട്ട്സ് ഉതിർത്തിട്ടുണ്ട് ആദ്യം. അതുപോലെ തന്നെ 3 ചാൻസുകൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അദ്ദേഹം വഴിയാണ് ആ ഒരു പെനാൽറ്റി KBFCക്ക് കിട്ടുന്നത് എന്നുള്ളതാണ്. പക്ഷേ രാഹുലിൻ്റെ ആ ഒരു ഇമ്പാക്റ്റ്ഫുൾ ആയിട്ടുള്ള ഒരു മുന്നേറ്റം, അദ്ദേഹം ഒരു മികച്ച ക്രോസ് കൊടുക്കുന്നത് അല്ലെങ്കിൽ അദ്ദേഹം കട്ടിൻ സൈഡകത്തേക്ക് കയറുന്ന ആ കാര്യങ്ങളൊന്നും നമുക്ക് ഈ മാച്ചസിലൊന്നും കാണാൻ സാധിച്ചിട്ടില്ല എന്നുള്ളത് ഒരു കാര്യം. ഇപ്പം നമുക്കറിയാം സൗരവ് എന്ന് പറയുന്നൊരു പ്ലെയർ രാഹുലിന് പകരക്കാരനായിട്ട് വന്നു. അദ്ദേഹം ആ ഒരു കുറച്ച് മൊമെൻറ്റ്സിൽ തന്നെ ആ ഒരു നല്ലൊരു മൂവ് നടത്തി എന്താ പറയുക ബോക്സിനകത്ത് കയറി പിന്നെ അത് കോർണർ കിട്ടുന്നൊരു സിറ്റുവേഷനിലേക്ക് പോയി. അതല്ലാണ്ട് ഒരു നല്ല മൂവ് ഉണ്ടായിരുന്നു. സോ സംതിങ് മിസ്സിങ് രാഹുൽ. അദ്ദേഹം തീർച്ചയായിട്ടും തിരിച്ചു വരണം, ഒരു ഫോം ഔട്ട് ഉള്ള ഒരു രീതിയിലേക്കാണ്. കാരണം നമുക്കൊരു ഔട്ട്പുട്ട് അദ്ദേഹത്തിൽ നിന്ന് കിട്ടണം എന്നുള്ള കാര്യം തീർച്ചയായിട്ടും ആഗ്രഹിക്കുന്നുണ്ട്. ആ ഒരു പൊട്ടൻഷ്യലുള്ള പ്ലെയറാണ്, നമ്മളത് കണ്ടിട്ടുള്ളതാണല്ലോ. അതുകൊണ്ടാണ് ഈ ഒരു മത്സരത്തിൽ ഒരു എക്സ് ഫാക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉറപ്പായിട്ട് വിപിൻ മോഹനൻ തന്നെയാണ്. വാട്ട് എ പെർഫോമൻസ്! അദ്ദേഹം ഒരു ഡിഫൻസീവ് മിഡ്ഫീൽഡർ റോളിൽ വളരെ മികച്ച പെർഫോമൻസ് കൺസിസ്റ്റൻ്റ് ആയിട്ട് കളിക്കുന്നു എന്നുള്ളതാണ്. ഇപ്പോൾ ഈ ഒരു മത്സരത്തിൽ 62 പാസസ് ആണ് അദ്ദേഹം നടത്തിയിട്ടുള്ളത്. അതിൽ 89 ആണ് അദ്ദേഹത്തിൻ്റെ ഒരു പാസിങ് ആക്യുറസി എന്ന് പറയുന്നത്. പിന്നെ ഡിഫെൻസീവ്ലി ഇപ്പം നോക്കുകയാണെന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിൻ്റെ ടാക്കിൾസ് ആണ് ഏറ്റവും ഒരു മികവാർന്ന ഒരു കാര്യമായിട്ട് തോന്നിയിട്ടുള്ളത്. നല്ല ക്ലീൻ ആയിട്ട് അദ്ദേഹം ടാക്കിൾസ് നടത്തും. അതുപോലെ 4 ക്രോസസ് അറ്റാക്കിങ്ങിലേക്ക് അതായത് ചെയ്തിട്ടുണ്ട്, 3 ചാൻസ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അതുപോലെ ആ ഒരു പെനാൽറ്റി വന്ന ഇൻസിഡൻറ്റ് ഐമാൻ ആ നടത്തിയ റണ്ണ് അതും വിപിൻ മോഹനം കൊടുത്തിട്ടുള്ള ഒരു ബോളാണ്. സോ ഒരു എക്സ് ഫാക്ടർ എന്ന് പറയുന്ന രീതിയിൽ തന്നെ ഞാൻ പറയാം ഈ ഒരു മാച്ചിൽ നോക്കി കഴിഞ്ഞാൽ ഒരു ഫോർ മീ ദി ബെസ്റ്റ് പ്ലെയർ വിപിനാണ് എന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം. പെപ്ര ആൻഡ് ദിമി വിത്തൗട്ട് ലൂണ എന്നുള്ള ഒരു കാര്യം കൂടി നമുക്ക് ഒന്ന് സംസാരിക്കാം. അത് ഇപ്പം നമുക്കറിയാമല്ലോ 2 മുന്നേറ്റ വിദേശ താരങ്ങളെയാണ് കളിപ്പിച്ചിട്ടുള്ളത്. സോ ഇപ്പോൾ പെപ്രയുടെ കാര്യം വന്നു കഴിഞ്ഞാൽ അദ്ദേഹം ഇപ്പം 2 പേരും ഇപ്പോൾ പെപ്രയും ദിമിയും ഈ പറഞ്ഞ പോലെ ഒന്ന് പുറകിലേക്ക് ഇറങ്ങി വന്ന് കളിക്കുന്ന സാഹചര്യം വന്നിട്ടുണ്ട്. അപ്പോൾ പെപ്ര അത് നേരത്തെ ചെയ്യാറൊക്കെ ഉണ്ട്. അദ്ദേഹം ബോൾ റിസീവ് ചെയ്യും, അദ്ദേഹത്തിന് ഫിസിക്കൽ കൊണ്ട് ഒക്കെ കളിക്കും. പക്ഷേ ഇപ്പം അങ്ങനെ ഫൈനൽ തേർഡിലേക്ക് വരുമ്പോൾ അദ്ദേഹത്തിന് ഒരു നല്ല ഷോട്ട് തീർക്കാൻ കഴിയുന്നില്ല. ഇതൊക്കെ നമ്മൾ കണ്ടുള്ളതാണ്. വീക്ക് ഷോട്ട്സ് ആണ് പലപ്പോഴും നമ്മൾ കണ്ടുള്ളത്. പഴപ്പമില്ല, ഏതാണ്ട് മെജോറിറ്റി ഓഫ് ഷോട്ട്സ്. സോ പിന്നെ അദ്ദേഹം ഈ പറഞ്ഞതുപോലെ ഒരു 1-on-1 സിറ്റുവേഷനിൽ പോലും ഒന്ന് ഡ്രിബിൾ ചെയ്ത് പോകുന്നൊരു സിറ്റുവേഷൻ ഡിഫൻഡർ ചെയ്ത് പോകുന്ന കാര്യം. ഇപ്പം അദ്ദേഹം ബോളും കൊണ്ട് വരുന്ന ഒരു ഡിഫൻഡർ ഉണ്ടെങ്കിൽ നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാം അതിപ്പോൾ ബ്ലോക്കായി പോകുമെന്നുള്ളത്. അത് തന്നെയാണ് സംഭവിക്കുന്നത് മിക്കപ്പോഴും എന്നുള്ളതാണ്. അപ്പം ആ ഒരു സ്ട്രൈക്കറുടെ രീതിയിൽ നോക്കുമ്പോൾ അദ്ദേഹത്തിന് വേറെ തര ക്വാളിറ്റീസ് ഉണ്ട്. പക്ഷേ സ്ട്രൈക്കർ എന്ന നിലയിലുള്ള മെയിൻ ക്വാളിറ്റി എന്ന് പറയുന്നൊരു കാര്യം ഇപ്പോഴും മിസ്സിങ് ആണ് എന്നുള്ളതാണ് പേഴ്സണലി എനിക്ക് ഫീൽ ചെയ്യുന്നത്. പിന്നെ ദിമിയുടെ കാര്യം എടുക്കുമ്പം അദ്ദേഹം ഈ പറഞ്ഞ പോലെ ലൂണ ഇല്ലാത്തത് കൊണ്ട് ആ ഒരു റോളും കൂടി ഏറ്റെടുക്കേണ്ടത്. അദ്ദേഹം കുറച്ചും കൂടി ലെഫ്റ്റ് സൈഡഡ് ആയിട്ടാണ് കളിച്ചിട്ടുള്ളത്. സോ അദ്ദേഹം ബോളുമായിട്ട് മുന്നേറി ചില ഇത് കൊടുക്കും. പക്ഷേ ഈ പറഞ്ഞ പോലെ പെപ്ര ആ ഒരു റൈറ്റ് പൊസിഷനിൽ പലപ്പോഴും മിസ്സിങ് ആയിട്ടാണ് എനിക്ക് തോന്നുന്നത്. ആ ഒരു ഇതിലുണ്ട്. പിന്നെ മെയിനായിട്ടുള്ളൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ദിമി ആ ലെഫ്റ്റ് സൈഡ് കയറുമ്പം ഐമാനുമായിട്ടുള്ള ചില കമ്മ്യൂണിക്കേഷൻ്റെ പ്രോബ്ലംസ് ഉണ്ട്. ഐമാനും ആ ലെഫ്റ്റ് സൈഡിലാണല്ലോ കളിക്കുന്നത്. അപ്പം ആ ഒരു കാര്യങ്ങളൊക്കെ നമുക്ക് വേണമെങ്കിൽ പറയാം. സോ ആസ് എ ഹോൾ പറയുകയാണെങ്കിൽ നമുക്കിപ്പം സ്റ്റാർ പ്ലെയേഴ്സ് എന്നൊക്കെ പറയുന്ന പ്രീതവും രാഹുലും അല്ലെങ്കിൽ പെപ്രയും ഒക്കെ അത്ര ഒരു ഇതിലേക്ക് വന്നില്ലെങ്കിൽ നമ്മൾ യങ്സ്റ്റേഴ്സ് അത്യാവശ്യം ഇപ്പോൾ സച്ചിനാണെങ്കിലും വിപിനാണെങ്കിലും അസർ ഐമൻ ഇവരൊക്കെ നല്ല രീതിയിലുള്ളൊരു പെർഫോമൻസ് ടീമിന് വേണ്ടി കൊടുക്കുന്നുണ്ട്. നവോച്ച തീർച്ചയായിട്ടും ഒരു അണ്ടർ റേറ്റഡ് ആണ്. കാരണം ഐബാൻ ദോലിംഗ് എന്ന് പറയുന്ന താരം പോയ സമയത്താണ് ആ ഒരു ഓപ്ഷൻ എന്ന നിലയിൽ വന്നത്. നമ്മൾ വിചാരിച്ചത് ഇനി സന്ദീപ് അതിനെ പരിഗണിക്കും എന്നുള്ള ഒരു കാര്യമാണ്. ഒരു തേർഡ് ചോയ്സ് LB എന്നുള്ള ലെവലിലേക്കൊക്കെ വരുള്ളൂ. പക്ഷേ ഇപ്പം നവോച്ചയുടെ ഒരു പെർഫോമൻസ് നോക്കുമ്പോൾ നമുക്ക് എന്താ പറയുക ഒരു ഫസ്റ്റ് ചോയ്സ് ആയിട്ട് പരിഗണിക്കുന്ന ഒരു പ്ലെയർ കളിക്കുന്ന പോലെ തന്നെയാണ്. എന്തായാലും ആ ഒരു പ്രകടനം മുന്നോട്ട് വരട്ടെ. അദ്ദേഹം നല്ല രീതിയിൽ തന്നെ പെർഫോം ചെയ്യുന്നുണ്ട്. സോ ഇതൊക്കെയാണ് കേസ്. അപ്പം ഈ ഒരു മത്സരവുമായി ബന്ധപ്പെട്ടിട്ട് കുറച്ചും കൂടി വിശദമായിട്ട് എനിക്ക് പറയണമെന്ന് തോന്നിയിട്ടുള്ള കാര്യം ഈ ഒരു മത്സരത്തെ ഞാനെങ്ങനെ വീക്ഷിച്ചു, ഞാനെങ്ങനെ വിശകലനം ചെയ്തു എന്നുള്ള തരത്തിലൊക്കെയാണ് ഈ ഒരു വീഡിയോസ് ചെയ്തിട്ടുള്ളത്. അപ്പം നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ടുള്ള ഒപ്പീനിയൻസ് ഉറപ്പായിട്ടും ഉണ്ടാകും. കമ്പോസർ വഴിയൊക്കെ ഞങ്ങളുടെ സനിയ.